ഡെലിവറി സമയത്ത് കുട്ടി ആകെ ഒരു കുരങ്ങന്റെ രൂപമായിരുന്നു. മാംസമൊന്നും ഉണ്ടായില്ല, രക്തമൊക്കെ ഉച്ചെടുത്തു, ഒരു എന്താ പറയാ എല്ലും കഷ്ണം പോലെ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ട്. മാഡം എന്ത് പറയുന്നു? കുഴപ്പമില്ല. ഇന്നലെ രാത്രി ചെറുതായിട്ടൊരു വയറുവേദന പോലെ വന്നിരുന്നു. അപ്പോൾ രാത്രി കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റിയില്ല. അത് ഇങ്ങനെ ഗർഭിണികൾ 6 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങണത് നല്ലതല്ല എന്ന് പറയണോണ്ട് അമ്മയും ഹസ്ബൻഡും സമ്മതിച്ചില്ല വരാൻ. 6 മണിക്ക് ശേഷം പുറത്തിറങ്ങി എന്താ പ്രശ്നം? ഹോസ്പിറ്റലിൽ വന്ന എന്താ പ്രശ്നം? പണ്ടത്തെ നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ പറയാറ്. ഗർഭിണികൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, രാത്രി 6 മണിക്ക് ശേഷമുള്ള പക്ഷികൾ മേലേക്കിടെ പറക്കണത് പൊട്ടിയെന്നൊക്കെ പറയാറ്. ശരി മാഡം, എൻ്റെ അമ്മാമ്മ ഇങ്ങനെ എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മാമ്മയുടെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ അമ്മാമ്മ പുറത്ത് രാത്രി കാലം ഇറങ്ങിയിട്ട് ഡെലിവറി സമയത്ത് കുട്ടി ആകെ ഒരു കുരങ്ങന്റെ രൂപമായിരുന്നു. മാംസമൊന്നും ഉണ്ടായില്ല, രക്തമൊക്കെ ഉച്ചെടുത്തു, ഒരു എന്താ പറയാ എല്ലും കഷ്ണം പോലെ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അമ്മാമ്മ പറഞ്ഞു. ബ്ലഡ് വലിച്ചെടുക്കുന്ന പറയണം, പക്ഷിപ്പീടാന്നൊക്കെ പറയുന്നുണ്ട് പണ്ട്. നമുക്ക് ഇപ്പോഴത്തെ കാര്യം അറിയില്ല. 6 മണിക്ക് ശേഷം എന്തെങ്കിലും അത്യാവശ്യം വന്നാല് ഇവരാരും ഇറങ്ങിയില്ല. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ തന്നെ കയ്യിലൊരു ആണി പിടിക്കാൻ പറയും. അപ്പൊ നമ്മൾ ആണി കൊണ്ടാ പോവാറ്. 6 മണിക്ക് ശേഷം പുറത്തിറങ്ങണമെങ്കിൽ ആ കയ്യിൽ ആണി പിടിച്ചോണ്ടാണ് ഇറങ്ങുന്നേ. ദൈവമേ, അപ്പൊ ഡെലിവറി പെയിൻ 6 മണിക്ക് ശേഷം വന്ന് എന്ത് ചെയ്യും? ഈ ആണിയൊക്കെ പിടിച്ചോണ്ട് ഹോസ്പിറ്റലിൽ വരുമോ? പക്ഷെ ഇപ്പത്തെ കാലത്ത് ഇങ്ങനെ ആരെങ്കിലൊക്കെ വിശ്വസിക്കുക വേണം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത് കേട്ടോ. എനിക്കിത് അറിയത്തില്ല, ഇങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടെന്ന് തന്നെ എനിക്കറിയത്തില്ല. അങ്ങനെയാണ് എന്റെ പ്രഗ്നൻസിയിലൊക്കെ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ ടൈം വീട്ടിൽ പോകുന്നത് 8 മണി 9 മണി 10 മണി 12 മണിക്ക് വരെ പോയ ടൈമുകൾ പോലും ഉണ്ട്. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും ഒരു അന്ധവിശ്വാസം തന്നെ കേട്ടോ. പണ്ടത്തെ കാലത്ത് ഇരുട്ടായിരുന്നു, ഇത്ര ലൈറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും തട്ടി വീഴുവോ, എന്തെങ്കിലും ഈ ബാഗ്സ് പോലെ വവ്വാലൊക്കെ ഉണ്ടല്ലോ വന്ന് കടിച്ചാൽ അതിന്റെ ഇൻഫെക്ഷൻസ് വരിക കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നൈറ്റിൽ അധികം പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളപ്പം പെയിനും കാര്യങ്ങളും വന്നാൽ നൈറ്റിലാണേലും വരണം, അല്ലാതെ കാക്ക വരുമെന്നോർത്ത് പേടിച്ചിരിക്കണ്ട കേട്ടോ. അതൊക്കെ വെറുതെ പറയുന്ന. ഓക്കെ, താങ്ക് യു.